തിരുവനന്തപുരത്ത് ഭാര്യയും മകനെയും തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗൃഹനാഥൻ പൊള്ളലേറ്റ് മരിച്ചു. ചെമ്മരുതി സ്വദേശി കുന്നത്തുവിള വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യയും മകനും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, എപ്പോഴായിരുന്നു സംഭവം? ഈ തീകൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ തന്നെയായിരുന്നു ഇയാൾക്ക് പരിക്കേറ്റത്? അതെ സുഹേൽ, ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും തമ്മിൽ കഴിഞ്ഞ 8 മാസത്തോളമായി അകന്നു കഴിയുകയായിരുന്നു. ഒരു 5 മണിയോടെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകളെയും കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പ്രകോപിതനായാണ് രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന ടിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തിയത്. ഈ സമയം മകൾ വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്നു. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റ് അവശനിലയിലായിരുന്നു. വർക്കല ഫയർഫോഴ്സും അരൂർ പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്കിടെ ഉണ്ടായിരുന്നെങ്കിലും പെയിന്റ് പണിക്കാരനായ രാജേന്ദ്രൻ ടിന്നർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഉപയോഗിച്ച് തന്നെയാവും തീ കൊളുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് പരിശോധന ഫലങ്ങൾക്ക് ശേഷമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളെന്നാണ് അരൂർ പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാജേന്ദ്രന്റെയും ബിന്ദുവിന്റെയും മൂത്ത മകൻ വിദേശത്തുണ്ട്. മകൾക്ക് ഈ ആക്രമണം ഏറ്റില്ല. എന്തായാലും രാജേന്ദ്രൻ ഇന്ന് വൈകിട്ടാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ശരി, പൊള്ളലേറ്റ ഗൃഹനാഥൻ മരിച്ചു. ഗൃഹനാഥൻ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭാര്യയും മകനും ചികിത്സയിൽ തുടരുകയാണ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.